ഹലോ അസ്സലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും വളരെ ചെറിയൊരു വീഡിയോയുമായി കൂട്ടുകാർ മുന്നിലെത്തിയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം കഥയൊന്നും പറഞ്ഞിരിക്കും, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നും കച്ചവടവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകിട്ടത്തെ വീഡിയോസാണ് എടുത്തേക്കുന്നത് കേട്ടോ. രാവിലെ വീഡിയോസ് എടുക്കാൻ നമുക്ക് നേരമൊന്നും കിട്ടാറില്ല, അതുകൊണ്ടാണ് മോർണിംഗ്സിലെ വീഡിയോസൊന്നും ഇടാത്തത്. അപ്പോൾ ഇന്ന് എന്ത് കറി വെക്കുമോ എന്ന് ഓർത്തപ്പോഴാണ് ഓർത്തത് രണ്ടൊന്ന് പരിപ്പ് ഇരിപ്പുണ്ട്, അതായത് സാമ്പാർ പരിപ്പ് ഇരിപ്പുണ്ട്. അതും കൊണ്ട് ഒരു ചെറിയൊരു ഇത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വെണ്ടയ്ക്ക മെഴുക്കൊത്തിയൊക്കെ ഇരിപ്പുണ്ട്, ചെറിയൊരു ചാറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വെച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ പരിപ്പ് ഇടുകയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ട് ഇട്ടായിരുന്നു ആശുപത്രി പോകുന്നതിൻ്റെ. അപ്പോൾ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ ഇടാമെന്ന് വെച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല, ആകെപ്പാടെ തളർച്ചയായിരുന്നു കേട്ടോ. തിരക്കും അത് തന്നെയല്ല, ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മുട്ടിന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ആ ഡോക്ടറെ ഈ ഡോക്ടറെ കാണാനുള്ള തിരക്കുകളൊക്കെ കാരണം നമുക്ക് വീഡിയോസ് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത 24-ാം തീയതി പോകുന്നുണ്ട്. അപ്പോൾ അന്ന് നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ, നമ്മൾ പരിപ്പ് കഴുകി എടുത്തു, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പി വെച്ച് അതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറി ഇടുന്നുണ്ട് കേട്ടോ. ഇനി വേറെ ഒന്നും ഇടണ്ട, ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ശ്വാസം മുട്ടലുണ്ട്, അപ്പോൾ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളും കാണും കേട്ടോ. നമ്മൾ വോയിസ് പറയുമ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്താ, അതിന് ശേഷം ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വെള്ളം അടുപ്പി വെച്ച് കേട്ടോ. പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുവിടാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ അടുക്കി വെച്ചു. ആ സമയം കൊണ്ട് നമുക്ക് 2-3 ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. ചെറിയ ഉള്ളിയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സബോള എടുത്ത് എടുക്കുന്നത്. ഇത് കനം കുറച്ച് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം, അതായത് ഇത് വറുത്ത ഇടേണ്ട സാധനമാണ്. അപ്പം പരിപ്പൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചു, ഇല്ലെങ്കിൽ ഇത് പാല് പൊങ്ങി വരികയല്ല, അതുപോലെ പൊങ്ങി വരും കേട്ടോ ആദ്യം. അത് കഴിഞ്ഞ് തിളച്ച് തൂകി ആകെ പടനാശു പോകും. അപ്പോൾ ഞാനത് ആ പൊങ്ങി വന്നപ്പം തന്നെ തീ കുറച്ച് വെച്ചു. ഇനി അവിടെ നിന്ന് വെന്തോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സബോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ വോയിസ് വിടുമ്പം കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അതായത് നമ്മൾ ഇന്നലെ വൈകിട്ട് എടുത്ത വീഡിയോസ് ആണെങ്കിൽ രാവിലെ എഴുന്നേറ്റിരുന്നാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം പിന്നെ ഈ മരുന്നൊക്കെ കഴിക്കുന്നതുകൊണ്ട് അതിൻ്റെ തളർച്ചയുണ്ട്, പിന്നെ ശ്വാസം മുട്ടലുണ്ട്, അതിൻ്റെ തളർച്ചയുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് വോയിസിൻ്റെ അകത്ത് കുറേ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ കാണും. കൂട്ടുകാർക്കൊന്ന് ക്ഷമിച്ച് തരണം കേട്ടോ. വീഡിയോയുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണേ. എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഇട്ടോ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം പറയുന്നതല്ല, അത് നമ്മൾ വോയിസ് പറയുമ്പോൾ അറിയാതെ വരുന്നതാണ്. അങ്ങനെ സബോളയും കാര്യങ്ങളും എല്ലാം അരിഞ്ഞ് പിന്നെ 2 വത്തൽമുളക്, 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഇത്ര മാത്രം നമുക്ക് ഈ കറി വെക്കാൻ. അപ്പോൾ ഇതാ പരിപ്പൊക്കെ ഇന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ കടിഞ്ചായ എടുക്കാൻ വേണ്ടി പഞ്ചസാര എടുക്കുന്നുണ്ട്. പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ഈ സ്പൂൺ കൊണ്ട് പഞ്ചസാര ഇങ്ങനെ കോരിയിടുമ്പോൾ ഇത്രയും പഞ്ചസാര വേണമെന്ന് കേട്ടോ. ഇത് പൊടി സ്പൂണാണ് കേട്ടോ. അത് 5-6 സ്പൂൺ ഇട്ടാൽ മാത്രമേ സാധാരണ ഒരു സ്പൂണിൻ്റെ അത്രയും തന്നെ ആകുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ പഞ്ചസാരയും തേയിലയെല്ലാം ഇട്ട് നമ്മൾ തിളയ്ക്കാൻ വെച്ച വെള്ളം എടുത്തുകൊണ്ട് വരാൻ പോകണേ. കെറ്റിൽ വെക്കുന്നതുകൊണ്ട് എളുപ്പം തിളച്ച് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ കുടിവെള്ളവും കൂടെ ഒഴിച്ച് വെച്ചേക്കാൻ നടത്തും. ജിങ്കിലെ വെള്ളം തീർന്നു, അപ്പോൾ അന്ന് അതിലേക്കും കൂടെ ഒഴിച്ച് വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട്, നമ്മളിടുന്ന വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ കളറിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞ് ഇതിൽ പോലും അല്ല കമൻ്റ് ഇട്ടത്, നമ്മുടെ ഇൻസ്റ്റയിൽ വന്ന് കമൻ്റ് ഇട്ട വ്യക്തിയോട് ഇനിയിപ്പോൾ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തും കേട്ടോ. ഇനി അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്, ഈ കളറൊക്കെ വെച്ചിട്ടാണോ വീഡിയോസ് ചെയ്യുന്നത്, നിനക്കൊക്കെ വീട്ടിൽ അടങ്ങിയിരുന്നൂടെ എന്നൊക്കെ. നമ്മുടെ കളറ് നമ്മളാണ് തീരുമാനിക്കുന്നത്. എനിക്ക് എൻ്റെ കളറിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ചെയ്യുന്ന ജോലിക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ തൊഴിൽ കൊണ്ട്, അതെല്ലാം മെട്ടിലെ തൊഴിൽ കൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്. അപ്പോൾ അവിടുത്തെ കാറ്റും വെയിലും ഒക്കെ കൊണ്ടാണ് എൻ്റെ മുഖം ഈ രീതിയിലായതും കറുത്ത് പൊള്ളിപ്പോയതും കേട്ടോ.
ഞാൻ അപ്പം നേരത്തെ ഈ രീതിയിലല്ലായിരുന്നു ഞാൻ ഒരുവിധം വെളുത്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഗൾഫിലൊക്കെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നല്ല വെളുത്തിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ടിക്ടോക്ക് വീഡിയോസൊക്കെ കണ്ട ആൾ ആരോ ആണ് എനിക്ക് കമൻ്റ് ഇട്ട് അപ്പോൾ ടിക്ടോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ ഇടും. പിന്നെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വെളുത്തിട്ട് വരുന്നത്. ഇപ്പോൾ വെയിലടിച്ച് നമ്മുടെ മുഖം ഇതായത്. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണമെങ്കിൽ എനിക്ക് വെയിലടിച്ചിട്ടോ കാറ്റടിക്കാതെയോ പറ്റത്തില്ല. അപ്പോൾ എനിക്കതിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ഇതിലേക്ക് പോകാം. നമ്മുടെ പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് താളിച്ചെടുക്കാം. അപ്പം എന്താ ആദ്യം ഞാനൊരു ചീഞ്ചട്ടി വെച്ചു കേട്ടോ. ആ ചീഞ്ചട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഓർത്ത് എന്തിനാണ് ഇത്രയും വലിയ ചീഞ്ചട്ടി വെക്കുന്നത്, ഒന്ന് കടുക് തളിക്കാനല്ലേ എന്ന് ഓർത്ത് നമ്മുടെ പഴയ ഇതില്ലേ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചു കേട്ടോ. ഒന്നിൻ്റെ ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ അത് അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ സബോള ഇച്ചിരി ഉണ്ടല്ലോ, അതൊന്ന് മൂത്ത് വരാനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എണ്ണ ചൂടായിട്ട് നമുക്കിനി കടുകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പം കടുകും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. കടുകൊക്കെ പൊട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇട്ട് കൊടുക്കാം. ഇതിനി ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. വാടിയ പോരാ, നമ്മൾ കടുവൊക്കെ തളിക്കുമ്പം മൂക്കല്ലേ, ആ രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. സബോള എളുപ്പം മൂക്കാൻ എപ്പോഴും നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുമില്ല. അതുകൊണ്ട് അതിനും കൂടെ കൂട്ടി നമുക്ക് ഈ സബോളയിൽ ഇട്ട് കൊടുക്കാം. എളുപ്പം മൂത്ത് കിട്ടും. സബോള നന്നായിട്ട് മൂക്കണം കേട്ടോ. മൂത്തില്ലെങ്കിൽ കൊള്ളത്തില്ല കേട്ടോ. ഈ ഒരുമാതിരി വാടിക്കിടന്നാൽ അവിടെ അങ്ങനെ കിടക്കും കേട്ടോ. ആ രീതിയിലാകരുത്. നല്ല ബ്രൗൺ കളറാകുന്ന പോലെ നല്ലതായിട്ട് എടുക്കണം കേട്ടോ. അപ്പം എന്താ നമ്മുടെ ഇതൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഈ കളറാകുമ്പം തീ കുറച്ച് വെക്കണം കേട്ടോ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച വത്തൽമുളകും കറിവേപ്പിലയും ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം അത് ഈ സബോള ഇല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ എണ്ണയുണ്ടല്ലോ, ആ എണ്ണയിൽ വേണം നമ്മൾ ബാക്കി മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്താ ഈ രീതിയിൽ തീ കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ചെയ്യണം കേട്ടോ. എന്നിട്ട് പോലും ഞാൻ എടുത്തപ്പോൾ അല്ലെങ്കിൽ ഇത് കോരി എടുത്തിട്ട് വേണേ. അപ്പോൾ എന്താ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി ഒന്ന് ഇളക്കിയിട്ട് പിന്നെ എല്ലാം കൂടി ഒന്നിട്ട് ഇളക്കിയെടുക്കാൻ മതി കേട്ടോ. ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ആ കറി ഉണ്ടാക്കാൻ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിനാണേലും ചോറിനാണേലും ഒക്കെ കൂട്ടാൻ നല്ലത്, ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ അതെടുത്ത് വെച്ചിട്ട് ഇതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് ഇളക്കി വാങ്ങിയെടുത്താൽ നമ്മുടെ കറി റെഡിയായി. ചോറിനെക്കാട്ടിലും ഇത് നല്ല ചപ്പാത്തിക്ക് കൂട്ടാനാണ് കേട്ടോ. ചപ്പാത്തി, പൂരി, അപ്പം ഇതിനൊക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ് കേട്ടോ. എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അപ്പം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ആ കടുക് തടിച്ചില്ലേ അതിലേക്ക് തന്നെ ആണ് അല്പം വെള്ളം ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് നേരെ വെക്കേണ്ട കാര്യമൊന്നുമില്ല. പരിപ്പൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞതാണ്. കടുക് തളിച്ചിട്ടു. ഇനിയിപ്പോൾ ഒന്ന് തിളച്ചോടനെ ഇത് വാങ്ങി വെക്കാം. നമ്മൾ വീണ്ടും പറയാണ് കേട്ടോ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഒരല്പം കളറ് കുറഞ്ഞതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ വാങ്ങി വെക്കാം. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. വേറെ പ്രത്യേകിച്ചുള്ള ഒരു പണിയൊന്നുമില്ല. നമ്മൾ പരിപ്പടിപ്പി വെക്കുക, വെന്ത് കഴിയുമ്പോൾ കടുകൊന്ന് താളിച്ചിടുക. അപ്പോൾ ഞാൻ അതിന് ശേഷം കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് രാവിലെ അതായത് ഉച്ചക്കത്തേക്ക് വെച്ച വെണ്ടയ്ക്ക മെഴുക്കോട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അതൊന്ന് മൂപ്പിച്ചെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിക്കാവേ.
എന്ന് വെച്ചാൽ നല്ലതായിട്ട് മൂത്തിരുന്നാൽ മാത്രമേ ചെറുക്കന് ഇഷ്ടപ്പെടുകയുള്ളൂ കേട്ടോ. ചെറുക്കൻ വന്നിട്ടില്ല കേട്ടോ. ചെറുക്കൻ ഇന്ന് പള്ളിയിലെ മതപ്രസംഗം തീരുന്ന ദിവസമാണ് കേട്ടോ, ലാസ്റ്റ് ദിവസമാണ്. അപ്പം കുറച്ച് മുട്ടകൾ കൊണ്ടു കൊടുക്കണമെന്ന് 2 ദിവസം കൊണ്ട് ആലോചിക്കുക. നടന്നില്ല. ഹോസ്പിറ്റൽ കേസും പിന്നെ കച്ചവടത്തിന് പോയിട്ട് വരുമ്പോഴത്തേ താമസമൊക്കെ ഇട്ടില്ല വരുന്നത് കൊണ്ടൊന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് ചെറുക്കൻ എന്താണെങ്കിലും ഇന്ന് അവിടെ പള്ളിയിൽ പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അവൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി. വന്ന് വീട്ടിലെ കുറേ പണികളെല്ലാം ചെയ്തു, വീട് കൊണ്ടുപോയി കച്ചവടത്തിന് കൊണ്ടുപോയ സാധനങ്ങളെല്ലാം കഴുകി പറക്കി വെച്ച് തുണി ഇതെല്ലാം കഴിച്ച് വെച്ച് രാത്രിയിലാണ് നമ്മൾ കറി വെക്കാൻ കയറിയത് കേട്ടോ. ഇപ്പം തന്നെ ഒരു 9:30-10 മണി ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇനി അവനിപ്പം 10 മണി വരെ ഇരുന്നാൽ മതി, അത് കഴിഞ്ഞ് കയറി വരണമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൻ വരാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മുട്ടയും കൂടെ പൊരിച്ച് വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ മുട്ട പൊരിക്കാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ കാടമുട്ടയ്ക്ക് പൊട്ടിക്കൽ ഇച്ചിരി ചടങ്ങാണ് കേട്ടോ. നമ്മൾ സാധാ മുട്ട പോലെ ഒന്ന് കുത്തിയായത് വരികയല്ല കേട്ടോ. ഇത് നല്ല മൂർച്ചയുള്ള കത്തിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വേണം തട്ടിയാൽ ഇട്ട് വേണം ഒന്ന് വെട്ടിയിട്ട് വേണം പൊട്ടിച്ചെടുക്കുക. ഇല്ലെങ്കിൽ ഒരുമാതിരി ചതഞ്ഞിരുന്നിട്ട് ആ തോടിൽ നിന്ന് പൊട്ടി വരാൻ പാടാട്ടോ. ഇതിൻ്റെ അകത്തൊരു പാട പോലൊരു തോടുണ്ട്, അത് ഇങ്ങനെ പൊട്ടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ കത്തി വെച്ചാണ് എപ്പോഴും പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അതായത് ഉപ്പും കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. സവോളയൊന്നും ഇടുന്ന ചെറുക്കന് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ട് ഞാനും അങ്ങനെ ഇടാറില്ല. ഞാൻ ഇത്രയും മാത്രമേ ഇടാറുള്ളൂ കേട്ടോ, ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി. അപ്പം നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകാൻ അടുപ്പി വെച്ചിട്ടാണ് നമ്മൾ മുട്ട എല്ലാം റെഡിയാക്കാൻ നിന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കാം. ചോറൊക്കെ രാവിലെ വെച്ച് തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ചോറൊന്നും വെക്കേണ്ടിയില്ല. അപ്പോൾ നമ്മൾ വൈകിട്ട് വന്ന് കറികൾ മാത്രമേ വെക്കുള്ളൂ കേട്ടോ. രാവിലെ വെക്കുന്ന ചോറുകൾ എന്തായാലും കാണും. ചോറില്ലേ മാത്രമേ ചോറ് വെക്കാറുള്ളൂ കേട്ടോ. രാവിലെ ആ വോയിസ് വിടുന്നുണ്ട്. ചെറിയ ശ്വാസം മുട്ടലൊക്കെയാണ്. നമ്മൾ ചൂട് കടിഞ്ചായൊക്കെ കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ കുടിച്ച് എന്നിട്ടൊക്കെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ നമ്മുടെ മുട്ടയൊക്കെ റെഡിയായി ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഇച്ചിരി മുറിച്ചങ്ങൊക്കെ പോയി കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളല്ലേ, നമ്മൾ ആർക്കും ഭംഗി നോക്കിയിട്ടൊന്നും കാര്യമില്ലത്, ഇതെല്ലാം വയറ്റിലേക്കല്ലേ പോകേണ്ടതെന്ന് പറഞ്ഞ പോലെ. അപ്പം എന്താ നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കൻ നിന്നിട്ടും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുനിന്ന് ഇച്ചിരി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതും കൂടെ ഒന്ന് അരച്ച് വെച്ചേക്കാമെന്ന് ഓർത്തുകൊണ്ട് രാവിലത്തെ കാപ്പിക്കുള്ളതാണ് കേട്ടോ, അപ്പം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം പച്ചരി അരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കുറച്ച് മതി, ഞാനും ചെറുക്കനും മാത്രമേ ഉള്ളല്ലോ, അപ്പം കുറച്ച് മതിയല്ലോ, കുറച്ച് മാത്രമേ ഇട്ടുള്ളൂ. പക്ഷേ ഇത് അരച്ച് വന്നപ്പോൾ പച്ചരിയും ചോറും തേങ്ങയും ഇതെല്ലാം അരച്ച് വന്നപ്പോൾ ഇച്ചിരി മാവ് കൂടുതലും ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് കാണാവേ. അങ്ങനെ അതാ നമ്മൾ മാവെല്ലാം അരച്ച് റെഡിയാക്കി എടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്തതൊന്ന് ഇളക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലോ നമ്മൾ സോഡാപ്പൊടിയോ അങ്ങനെയുള്ള ഈസ്റ്റോ ഒന്നും ചേർക്കാറില്ല കേട്ടോ. ഒരല്പം ഉപ്പും ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നെങ്കിൽ അരയ്ക്കുമ്പം ചേർക്കും അതിൻ്റെ കൂടെ, ഇല്ലെങ്കിൽ നമ്മൾ ഇളക്കി വെക്കുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി വെക്കും കേട്ടോ. അപ്പം നല്ല ഇതായിരിക്കും കേട്ടോ, നല്ല സോഫ്റ്റ് ആയെങ്കിൽ നല്ലതായിട്ട് പൊങ്ങിയൊക്കെ വരും കേട്ടോ, നല്ല അപ്പമായിരിക്കും കേട്ടോ. സോഡാപ്പൊടി ഈസ്റ്റോ ഒന്നും ചേർക്കണമെന്നൊന്നുമില്ല, ഈ ഒരു രീതി ചെയ്താലും മതി കേട്ടോ. ഇല്ല ചിലർ കപ്പി കാച്ചിയിട്ടൊക്കെ വെക്കും, ഞാൻ അങ്ങനെയും ചെയ്യാറില്ല, ഇതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇനി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് മാവ് ഒന്ന് ഇളക്കി വെക്കാം. ഇനിയിപ്പോൾ 2-3 പാത്രങ്ങളൊക്കെ ഉണ്ടൊന്ന് കഴുകാൻ, ഇതൊക്കെ ചെയ്തതിൻ്റെ ആ പാത്രമൊക്കെ കഴുകി ഇതെല്ലാം സെറ്റായി വരുമ്പോഴത്തേക്ക് ചെറുക്കായി വരുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇതുപോലൊരു പാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുക്കും കേട്ടോ. ആ ചൂടുവെള്ളം എടുത്തിട്ടാണ് ഈ മാവ് ഇങ്ങനെ ഇറക്കി വെക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് നല്ല സെറ്റായിരുന്നോളും കേട്ടോ.
ഇപ്പം തണുപ്പ് വൈകിട്ട് പകൽ നല്ല ചൂടാണെങ്കിലും വൈകിട്ട് നല്ല തണുപ്പാണ് കേട്ടോ. തണുപ്പാകുമ്പോൾ പുളിച്ചില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പുളിച്ച് റെഡിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കഴുകി പറക്കി റെഡിയാക്കി വെച്ചു. അപ്പോൾ ചെറുക്കായും വന്നു. അപ്പോൾ ഞങ്ങളിതാ ചോറിനാൻ പോവാണ് കേട്ടോ. പരിപ്പ് കറിയും വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി നമ്മുടെ പിന്നെ മുട്ട. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിനാണ്. ചെറുക്കായാണ് ഇപ്പോൾ വീഡിയോസ് എടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.